ഇലക്ഷൻ ട്രാവലർ ഇന്നിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലാണ്. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടി.പി. രാമകൃഷ്ണൻ LDFിൻ്റെ കൺവീനർ ടി.പി. രാമകൃഷ്ണൻ വീണ്ടും ഇവിടെ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ ആഭ്യന്തര സമരങ്ങളിൽ പ്രധാനിയായി മുന്നോട്ട് വരികയും അങ്ങനെ വാർത്തകളിൽ ഇടം നേടുകയും ചെയ്ത ഫാത്തിമ തെഹലിയയാണ് ഇവിടെ നേരിട്ടുള്ള എതിരാളിയായി മത്സരിക്കുന്നത്. ചൂടേറിയ മത്സരം, ഇടതുമുന്നണിയുടെ ഈ ഉറച്ച കോട്ടയിൽ ചൂടേറിയ മത്സരം നടക്കുന്നു എന്ന പ്രതീതിയാണ് ഈ ഘട്ടത്തിലുള്ളത്. നമുക്ക് ഇവിടെ ടി.പി. രാമകൃഷ്ണനുണ്ട്, അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. LDF കൺവീനർ ടി.പി. രാമകൃഷ്ണനാണ് ഇന്നിപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത്. നമ്മൾ പേരാമ്പ്ര മണ്ഡലത്തിലാണ്. അദ്ദേഹം വളരെ തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ്. അതിനിടെയാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു 5-8 കിലോമീറ്റർ അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടാവും. ടി.പി., ഇപ്പോൾ പൊതുവെ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, വടക്കൻ കേരളത്തിൽ എന്തോ കനത്ത പോരാട്ടം നടക്കുന്നു എന്ന മട്ടിലാണ്. ആ നിലയ്ക്ക് ഒരു കനത്ത പോരാട്ടത്തിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് വടക്കൻ കേരളം മാറിയോ? അതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷങ്ങളിലായി ഭരണത്തിലാണ്. ആ ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കാകെ അനുഭവമുള്ളതാണ്. UDF ആണെങ്കിൽ പുതിയ വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക. അവരാകെ കേന്ദ്രീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം, എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പാർട്ടി അണികളെ ആകെ അതിനുവേണ്ടി സജീവാക്കുക. അത് വ്യത്യസ്ത രീതിയിലാണ് ആ പ്രശ്നം കിടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ലീഗ് സജീവമാണ്, കോൺഗ്രസ് ചില സ്ഥലങ്ങളിൽ സജീവമാണ്. ഒന്നിച്ച് ഒരു നിലയിലേക്ക് അവരെത്ര ഐക്യം പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അവർക്ക് പോകാൻ കഴിയുന്നില്ല. അതാണ് ഈ ഇലക്ഷന്റെ ഒരു പൊതു ട്രെൻഡ്. അപ്പോൾ ഇതാണ് കടുത്ത മത്സരം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു സാഹചര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഒരു പൊതു സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ അവർ UDFിൻ്റെ പ്രചാരണ വേദികളിൽ പൊതുവെ കാണുന്നത് ഞങ്ങൾ 7 സീറ്റ് പിടിക്കും എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ 7 സീറ്റ് UDFിന് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? ഒരിക്കലുമില്ല. കോഴിക്കോട് ജില്ലയിൽ ആകെ 13 സീറ്റാണുള്ളത്. 13 സീറ്റിൽ 11 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച സീറ്റുകളാണ്. ഇത്തവണ 13 സീറ്റും പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നല്ല പ്രതികരണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഒരിക്കലും അവർക്ക് വിജയം കൈവരിച്ച് മുമ്പോട്ട് വരാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളിപ്പോ 2 മണ്ഡലം ഞങ്ങൾക്ക് നഷ്ടമുള്ളത്, ഒന്ന് കൊടുവള്ളിയും ഒന്ന് വടകരയും. അവർക്ക് സ്വാധീനമുള്ള മേഖല തന്നെയാണ്. പക്ഷേ വടകരെ അങ്ങനെ കണക്കാക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല. വടകര അന്തരീക്ഷം മാറിയിട്ടുണ്ട്. കൊടുവള്ളിയിൽ അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സലീം മടവൂരാണ്. അദ്ദേഹം RJDയുടെ ആളാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാണ്. ഒരു പൊതു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളൊരു പ്രതീക്ഷ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊടുവള്ളിയും വടകരയും മാറ്റം വരും എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ UDF പ്രതീക്ഷ വയ്ക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട്, അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഈ കോഴിക്കോട് ജില്ലയിൽ അത് പൊതുവെ അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്നതല്ലോ, കോഴിക്കോട് ജില്ലയിൽ UDFന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സാധ്യതകൾ കൂടി മുന്നിലുണ്ട് എന്നുള്ളത് ഓർക്കണം. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കിട്ടിയിട്ടില്ല. കേരള അടിസ്ഥാനത്തിൽ എടുത്താൽ തന്നെ അത് നിലനിൽക്കുന്നതല്ല. ഞങ്ങളത് പരിശോധിച്ചത് അവരെ പോലെ PR ഏജൻസിയെ വെച്ച് പരിശോധിക്കല്ല. ഞങ്ങൾ നേരിട്ട് പാർട്ടി ലീഡർഷിപ്പ് പാർട്ടി ആകെ ജനങ്ങളിലേക്ക് ഇറങ്ങി. അപ്പം എന്താ പ്രതികരണം? കോൺഗ്രസിന്റെ ആളുകൾ പോലെ ലീഗ് അതുപോലെ ആളുകൾ പ്രതികരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം അവരാരും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അപ്പം ഭരണത്തിന് അനുകൂലമാണ് പൊതുവായിട്ടുള്ള സ്ഥിതി. അപ്പോൾ ഈ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് അല്ല ഇതിൻ്റെ അകത്ത് പ്രതിഫലിക്കുക. ഇത് വടക്കൻ കേരളത്തിലേക്ക് പിന്നീട് ആശങ്കയോടെ പൊതുവെ കേരളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയാണ്. ആ നിലയ്ക്ക് ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? UDFിൻ്റെ അകത്ത് നിന്ന് ഈ
കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ഉള്ള നീക്കം വളരെ സംഘടിതമായി നടക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി വടകര മണ്ഡലത്തിൽ വളരെ വൃത്തികെട്ട നിലപാട് UDF സ്വീകരിച്ചിരുന്നു. കമ്മ്യൂണൽ പോളറൈസേഷന് പൊതുവെ ജനങ്ങളെതിരാണ്. ഈ മൈക്ക് അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണല്ലോ ഇപ്പോൾ ഈ പേരാമ്പ്ര മണ്ഡലത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്നത്. ആ മൈക്ക് അനൗൺസ്മെന്റ് എന്നത് ബോധപൂർവം ആ മട്ടിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണോ, അതോ അത് ഈ കമ്മ്യൂണൽ പോളറൈസേഷനെ കുറിച്ച് പറയാൻ വേണ്ടി തയ്യാറാക്കിയ മൈക്ക് അനൗൺസ്മെന്റിൽ വന്ന പാളിച്ചയാണോ? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു കേസാണിത്. അത്തരമൊരു കേസായതുകൊണ്ട് ഞാനൊരു പ്രതികരണം നടത്തി അത് കേസിനെയോ അല്ലെങ്കിൽ അന്വേഷണത്തെയോ ബാധിക്കേണ്ടതില്ല, സ്വതന്ത്രമായി നടക്കട്ടെ. എങ്ങനെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെടുത്ത് രേഖയുണ്ട്, റെക്കോർഡുണ്ട്. അതാരും മുമ്പിലും സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതിനകത്ത് ഒരു പരാമർശവും ഇങ്ങനെ കമ്മ്യൂണലായിട്ടോ അല്ലെങ്കിൽ വേറെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിക്കെതിരായിട്ടോ ഒരു പരാമർശവുമില്ല. ഞങ്ങളാകെ അതിനകത്ത് പറയുന്നത് ഒന്ന് വികസനം, കേരളം നടപ്പിലാക്കിയ വികസനം, പേരാമ്പ്ര മണ്ഡലം നടത്തിയ വികസനം, പിന്നെ സാമൂഹ്യക്ഷേമ നടപടികൾ. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഞങ്ങളെ അനൗൺസ്മെന്റിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. മറ്റത് അന്വേഷണം നടക്കുന്നുണ്ട്, ആരെങ്കിലും ബോധപൂർവം ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ചെയ്തോ എന്നുള്ളത് അറിയില്ല. നമ്മളത് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അത് ഇവരുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്താന്നുള്ളത് വ്യക്തത ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു വിഷയം വന്നാൽ അത് ഞങ്ങൾ പരസ്യപ്പെടുത്തിക്കൊള്ളുന്നില്ല. ഞങ്ങള് സ്വാഭാവികമായിട്ട് അത്ര വിഷയം വന്നു കഴിഞ്ഞാൽ പരിശോധിക്കും. അത് ചിലരെ മീഡിയസിന്റെ ഒക്കെ ഇതാണെന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങനെ തന്നെ പരസ്യമായിട്ട് പറയണമെന്നാണ്. ഇന്നലെ ചില തർക്കങ്ങൾ മീഡിയസിന്റെ ആളുകളായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് സാരല്ല, അത് ഒരു സൗഹൃദമായിട്ടുള്ള സംഭാഷണം എന്നുള്ള എനിക്ക് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ കുറെ കൂടി ഗൗരവത്തോടെ ഇതെന്താണ് പൊതുജനങ്ങൾക്കിടയിൽ അനൗൺസ് ചെയ്യാനുള്ളതാണല്ലോ, അപ്പൊ കുറെ കൂടി സൂക്ഷ്മമായത് പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ആ പരിശോധനയിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട് ഈ അനൗൺസ്മെന്റിലുള്ള കണ്ടന്റിൽ. ഞങ്ങൾ പരിശോധിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ ഒഫീഷ്യൽ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് സാധനം. ഇത് അല്ലാതെ എങ്ങനെ കയറി വന്നു എന്നുള്ളതാണ് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത്. അതാണ് അതിന്റെ പ്രശ്നം. ഞങ്ങൾ അംഗീകരിച്ച അനൗൺസ്മെന്റ് അത് മാറ്റണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷെ ഈ വിവാദം വന്ന നിലയിൽ അത് മാറ്റണമെന്ന് വെച്ചാൽ പഴയ തന്നെ ഞങ്ങൾ തുടരുകയാണ്. വേറെ ഒന്നുമില്ല അതില്ലേ. വേറൊന്ന്, ഇവിടെ CPIM തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു ആരോപണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയും UDFും തമ്മിലുള്ള ഐക്യവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇപ്പൊ ഇന്നലെ ഇവിടെ പേരാമ്പ്ര മണ്ഡലത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു യോഗം UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് അവർക്ക് എന്തോ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് മാറ്റിവെച്ചു എന്നാണ് അറിഞ്ഞത്. ആരോഗ്യസ്ഥിതി അത് അവരെ സംഗതിയാണ്. പക്ഷെ അവരിന്നലെ വൈകുന്നേരം വേറെ പരിപാടി പങ്കെടുത്തായിട്ടാണ് പുറത്തു വന്ന വിവരം. അല്ല, അപ്പോ അത് അങ്ങനെ ഒരു അത് ഇതിന്റെ ഭാഗമായാണോ കരുതുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക അഭിപ്രായം പറയുന്നില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയും ഇവരും തമ്മിലുള്ള നിലയെ സംബന്ധിച്ച് ഞാനൊരു പ്രത്യേക അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ സ്ഥാനാർത്ഥിയാവുക, ഞാനിപ്പം ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രമല്ല LDFന്റെ കൺവീനറാണ്. അപ്പം ഞാൻ ഒരു സ്ഥാനാർത്ഥി കൂടി ആയതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നില്ല. അപ്പൊ നമ്മൾ ഈ വാർത്തയിലൊക്കെ കേട്ട ആ അനൗൺസ്മെന്റ് അല്ല ഇപ്പോ LDFന്റേതായി പോകുന്നത്. LDF ഒരിക്കലും ആ അനൗൺസ്മെന്റ് ഉപയോഗിച്ചിട്ടില്ല. അനൗൺസ്മെന്റ് ഞങ്ങളിവിടെ പ്രചരണം ആരംഭിച്ചത് മുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു അനൗൺസ്മെന്റ്. അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവിടെ കേന്ദ്രത്തിൽ വേണമെങ്കിൽ കേൾപ്പിക്കാം, ഫുള്ളായിട്ട് കോപ്പി വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ഈ കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യത്തിലേക്ക് വന്നാൽ ഈ വളരെ അപൂർവമായാണ് ഇടതുമുന്നണിയിൽ നിന്ന് ഇത്രയധികം പേർ ഈ UDFന്റെ ഭാഗമായോ അല്ലെങ്കിൽ NDAയുടെ ഭാഗമായോ ഒക്കെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ കണ്ണൂരടക്കമുള്ള പ്രദേശങ്ങളിൽ അത് എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വലിയ മത്സരം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്താ വിഷയം? പാർട്ടി നിലപാടിന് വ്യക്തികൾ വഴങ്ങുക എന്നുള്ളതല്ലാതെ അല്ലാത്തൊരു സ്ഥിതി സ്വീകരിക്കാൻ പാടില്ല. പാർട്ടി നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ചില വ്യക്തികൾ വിട്ടുപോയി എന്നുള്ളത് ശരിയാണ്. വിട്ടുപോയതുകൊണ്ട് പാർട്ടിയിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളില്ലേ, അനുഭാവികളില്ലേ, അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് പാർട്ടിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നില്ല. അത് മറ്റൊന്ന് ഡീൽ വിവാദമാണ്. പലതരത്തിലുള്ള ഈ ഡീൽ വിവാദം ഇങ്ങനെ എയറിലുണ്ട്. അതായത് ഒന്ന്
CPIM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ട് എന്ന്, അതേസമയം CPI-യും SDPI-യും തമ്മിൽ ധാരണയുണ്ട് എന്നുള്ള അടുത്ത വിവാദമുണ്ട്. ഇതിൽ ഈ വിവിധ മണ്ഡലങ്ങളുടെ കണക്ക് വെച്ച് UDF-ന് അത് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അല്ല, അതില് ഈ ഡീലിന്റെ വിവാദങ്ങള് ഒരു കാരണവശാലും സത്യസന്ധമല്ല, ശുദ്ധാസംബന്ധമാണ്. ഡീലിന്റെ ഇപ്പൊ ഞങ്ങൾ CPM-ന് BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അത് കൂടുതൽ പ്രകടമാകും എന്നതിനാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ട്. മുൻകാലങ്ങളിലും ഇവിടെ ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു കോലീബി കൂട്ടുകെട്ടുണ്ടായി. മുമ്പ് വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും. അപ്പൊ അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഒരിക്കലും അങ്ങനെ ഒരു രഹസ്യമായ ധാരണ ഉണ്ടാക്കാൻ ഒരിക്കലും CPM-ന് കഴിയില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവുകയില്ല. ആരുമായിട്ടും അങ്ങനെ ഒരു രഹസ്യ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല എന്നുള്ളതാണ്. SDPI ആണെങ്കിൽ അവരവരുടെ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ഞങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ധാരണ അവരുമായിട്ടില്ല. അതാണ് അതിന്റെ ഒരു വസ്തുത. അല്ല, സ്വാഭാവികമായും SDPI അങ്ങനെ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമ്പോൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഈ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വിഷയം വരുമ്പോൾ ആ മറുപടി പറയുന്നതിന്റെ ഒരു സംശയം LDF-ന്റെ നേതാക്കൾക്കുണ്ട് എന്ന് തോന്നുന്നു. SDPI അവര് സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന ഒരു വിഭാഗമാണ്. അവരും CPM-ആയിട്ട് ഒരു രാഷ്ട്രീയ ധാരണയില്ല. അവരെ നിലപാട് ഇങ്ങനെ പറയുന്നതല്ലാണ്ട് അതിന്റെ അപ്പുറത്തുള്ള ഒരു പ്രശ്നവും ഇതിന്റെ അകത്തില്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മളിപ്പോ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഈ എല്ലാ പാർട്ടികളും ഉണ്ട്. അതായത് കോൺഗ്രസും SDPI-യും CPI-യും CPM-ഉം എല്ലാം ഒരു മുന്നണിയുടെ ഭാഗമായി. അതെനിക്കറിയില്ല. അങ്ങനെ പൊളിറ്റിക്കലായിട്ട് ധാരണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി എടുക്കുന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനം. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഭീകരവാദ നിലപാടിന് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അല്ലാതെ ഈ വികസനത്തിന്, ഈ ജനക്ഷേമത്തിന് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഏത് വിഭാഗത്തിന്റെയും വോട്ട് സ്വീകരിക്കും. ഈ ഒരു കോസിന് വേണ്ടി വോട്ട് ചെയ്യില്ല. അത് പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ആ നിലയ്ക്ക് ഉണ്ടായി. അത് വ്യത്യസ്തമാണ് കേരളത്തിന്റെ അന്തരീക്ഷം. മുമ്പ് ചില പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് വേണ്ട ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ്. ആ നിലപാടിൽ നിന്നും പാർട്ടി മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി റിസൾട്ട് വരുമ്പോൾ എത്ര സീറ്റുകൾ ഇടതുമുന്നണിക്ക് ഉണ്ടാകും? കഴിഞ്ഞ തവണത്തേതിൽ നിന്നും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ, അതോ ഏതാണ്ട് അതിനോട് ഒപ്പിച്ചു വരുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്? തോൽവിയുടെ സാധ്യത ഞാൻ എന്തായാലും ചോദിക്കുന്നില്ല. ഞങ്ങളെ പ്രതീക്ഷ കഴിഞ്ഞതിനേക്കാളും മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാവും. ഇത്രയും കാലം നടത്തിയിട്ടുള്ള വർക്കുണ്ട്. ഇവരിതെല്ലാം എല്ലാ വർഗീയ ശക്തികളെയും ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആണെങ്കിലും ഞങ്ങൾ ഒരു ധാരണ, കേരളം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ നടപടികൾ, ഇനി ഇപ്പം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഞങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പിന്നെ പറയുമ്പോൾ UDF-ന്റെ മാനിഫെസ്റ്റോവിനെ പോലെ അല്ല ജനങ്ങൾ കാണുന്നത്. ഇവിടെ ഞങ്ങൾ ഓരോന്നും നടപ്പിലാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട പോസ്റ്ററുകളിൽ ഒന്ന് കാട്ടുപന്നിയുടെ പോസ്റ്ററായിരുന്നു. പല സ്ഥലത്തായി ഇങ്ങനെ കാട്ടുപന്നി ഇപ്പൊ സാർവത്രികമായിട്ടുണ്ട്. അല്ല, അപ്പൊ ഇതൊരു വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമായി വരുന്നുണ്ട്. അതിന്റെ ഒരു മുഖ്യമായ വിഷയം കിടക്കുന്നത് കേന്ദ്ര നിയമം ഈ വന്യമൃഗശല്യം തടയുന്നതിന് പൂർണ്ണമായിട്ടും സഹായകരമല്ല. നമ്മളിപ്പം കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് വന്നപ്പോൾ കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ കേരളം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വന്യമൃഗങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്, വെടിവെച്ച് കൊല്ലുക എന്നുള്ളതിന്. അതിന് അനുവാദമില്ല. ഇപ്പൊ ഒരു പട്ടിയെ പോലും വെടിവെച്ച് കൊല്ലാൻ അനുവാദമില്ല. കേന്ദ്ര അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നടപ്പിലാൻ കഴിയും. ഇനി കേന്ദ്ര അനുവാദം കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യന്റെ ഫോഴ്സ് ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ തടയാൻ കഴിയും എന്നുള്ളത് നോക്കി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. റൈറ്റ്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ്. അതിനിടയ്ക്ക് ഈ തിരക്കിനിടയ്ക്കാണ് ഞങ്ങളോട് സഹകരിച്ചത്. വളരെ സന്തോഷം, വളരെ നന്ദി. ഓക്കെ.